സ്മാരകങ്ങളെന്നും ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഇടങ്ങളാണ്. ഇന്നലെകളുടെ ചരിത്രം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് സുപ്രധാനമായ സ്ഥാനമാണ് സ്മാരകങ്ങൾക്കുള്ളത്. രണ്ടാം ലോക മഹായുദ്ധം വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ വൻ ശക്തികൾക്ക് യുദ്ധത്തിലുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ലോകചരിത്രം തന്നെ മാറ്റിമറിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന നാടിന് എന്ത് പ്രാധാന്യമാണുള്ളത്? ഒരുപാട് മനുഷ്യരുടെ ജീവൻ അപഹരിച്ച, കുടുംബങ്ങൾ ശിഥിലമാക്കിയ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തീച്ചുളയിലേക്ക് ഒരുപാട് യൗവനങ്ങളാണ് ഹോമിക്കപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ നെയ്യാറ്റിൻകരയിൽ നിന്നും 174 പേരാണ് യുദ്ധത്തിനായി പുറപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ 174 ആളുകൾ യുദ്ധത്തിനായി ഒരു നാട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാകുന്ന ചില ചരിത്ര ഘടകങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവർ പോകാനിടയാകുന്ന ഇന്ത്യയുടെയും തിരുവിതാംകൂറിൻ്റെയും രാഷ്ട്രീയ സാഹചര്യം, ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനാവശ്യമായ പട്ടാള സാന്നിധ്യം എന്നിവ അതിൽപ്പെടുന്നു. നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിന് മുമ്പിൽ സ്ഥാപിക്കപ്പെട്ട വീരസ്മൃതി മണ്ഡപം മാത്രമാണ് ഇവരെ അടയാളപ്പെടുത്തുന്ന ചരിത്രരേഖ. എന്നാൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു വാസ്തുകലാവിരുദ്ധ എന്നതിൽ കവിഞ്ഞ് ഈ സ്മാരകം ശ്രദ്ധ നേടിയിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലായി യുദ്ധസ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് കാഴ്ചവസ്തു എന്നതിൽ കവിഞ്ഞ് ഒരു കൗതുകവും അവയോടുള്ളതായി തോന്നുന്നില്ല. ചരിത്ര സ്മാരകങ്ങൾ കേവലം ഒരു നിർമ്മിതിയല്ല, അത് ഇന്നലകളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നാം അർപ്പിക്കുന്ന പ്രണാമം കൂടിയാണ്. നെയ്യാറ്റിൻകരയുടെ ചരിത്രത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നതുപോലെ തന്നെ പ്രാധാന്യം ലഭിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭം. ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. അവയെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിൽ അലംഭാവമാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ളത്. ഇത് മാറേണ്ടതുണ്ട്. നമ്മുടെ ചരിത്രത്തെ വിളിച്ചോതാനും ഈ തലമുറയ്ക്ക് പ്രചോദനം നൽകാനും വീരസ്മൃതികൾ അഥവാ സ്മാരകങ്ങൾ അനിവാര്യമാണ്. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത, പിൽക്കാല ചരിത്ര രേഖകളിൽ ഇവരുടെ മടങ്ങിവരവിനെക്കുറിച്ചോ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചോ വ്യക്തമായ പരാമർശങ്ങളില്ല എന്നതാണ്. നമ്മുടെ ചരിത്രം വരും തലമുറകൾക്ക് ഊർജമാകേണ്ടതുണ്ട്. അതിനാൽ തന്നെ വീരസ്മൃതി മണ്ഡപം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഞങ്ങൾ ഈ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുവാൻ ശ്രമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജീവൻ നഷ്ടപ്പെട്ട ഒട്ടനേകം പേരുണ്ട്. അവരുടെ ഓർമ്മകൾ ഇന്നും നിലനിർത്താൻ സാധിക്കുന്നത് ഇത്തരം സ്മാരകങ്ങളിലൂടെയാണ്. അത്തരത്തിൽ ഒരു സ്മാരകമാണ് വീരസ്മൃതി മണ്ഡപവും.